മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കേരളത്തിന് മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്നും അതിൻ്റെ മുഴുവൻ ചെലവും കേരളം സർക്കാർ ഏറ്റെടുക്കുമെന്നും ഇപ്പോൾ ഒരു വാർത്ത വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാനതിൽ ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയല്ല ആര് പറഞ്ഞാലും തന്നെ ഒരു തമാശയായിട്ട് മാത്രം വിചാരിച്ചാൽ മതി. ഒട്ടും ഗൗരവം എനിക്കതിന് തോന്നുന്നില്ല. കാരണം മുല്ലപ്പെരിയാർ ഡാമിൻ്റെ പ്രശ്നം യഥാർത്ഥമായിട്ട് മുല്ലപ്പെരിയാർ ഡാമിൽ ഒപ്പുവയ്ക്കുന്നത് തിരുവിതാംകൂറിലെ മഹാരാജാവാണ്. അത് 1886 999 വർഷത്തെ കരാറാണത്. അതിനുശേഷം രണ്ടാമത് സർ സി.പി. രാമസ്വാമിയുടെ കാലത്താണ് അതിനകത്ത് ചില പുതുക്കലുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഒത്താശ ചെയ്ത് കൊടുത്ത ആൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായിട്ടുള്ള സി അച്യുതമേന, അന്ന് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീമാൻ കെ കരുണാകരനാണ്. ഇവരൊക്കെ ആയിരുന്ന സമയത്ത് തന്നെ അവിടെ മുല്ലപ്പെരിയാർ ഡാമിനോട് ചേർന്നിട്ട് ആ ഒരു വൈദ്യുതി നിലയം ഉണ്ടാക്കാൻ വേണ്ടി ചോദിച്ചിരുന്നു. ഈ സാധനം പഴയ സംഗതിയാണ്. മുല്ലപ്പെരിയാർ ഡാം പൊട്ടുന്നു എന്നുള്ള ആക്ഷേപം ദീർഘകാലങ്ങളായിട്ടുണ്ട്. കേരള സർക്കാരിൻ്റെ എക്കാലത്തുണ്ടായിരുന്ന കേരള സർക്കാരിൻ്റെ ഇടക്കാലത്തിന് മുമ്പായിട്ട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്തൊക്കെ അതൊരു വലിയ ആളിക്കത്തിച്ച വിഷയമാണ്. പി.ജെ. ജോസഫ് കൂടിയിട്ട് വലിയ സമരങ്ങൾ നടത്തുക, വലിയ മനുഷ്യച്ചങ്ങല പിടിക്കുക, അത് കഴിഞ്ഞ് ഞങ്ങൾ പുതിയ ഡാം പണിയെന്ന് പറയാം. ഈ ഒരു ഡാമും പണിയാൻ പോകുന്നില്ല എന്നുള്ളത് സാമാന്യന് ബോധമുള്ള എല്ലാവർക്കും അറിയാം. ഒരു ഡാം പണിയാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഒരിക്കലും തമിഴ്നാടിന് അംഗീകാരം കിട്ടില്ല. ഇത് തമിഴ്നാട്ടിലുള്ള ശിവഗിരിയോ മറ്റേ ആ കുന്നുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഈ പറയുന്ന ഡാമിന്. കുമളി ഭാഗത്താണ് ഇതിൻ്റെ അണക്കെട്ടുള്ളത്. ഇതിന് കൃത്യമായിട്ടുള്ള അണക്കെട്ടിൻ്റെ സ്ഥലമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ വെള്ളം വരുന്നത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വെള്ളം ഈ പറയുന്ന കുമളി ഭാഗത്ത് വന്ന് അത് പെരിയാറിലേക്ക് ഒഴുകിപ്പോകുന്നതിന് പകരം അവിടെ അണക്കെട്ട് കെട്ടി മുല്ലപ്പെരിയാർ ഡാം ആക്കിയിട്ട് കെട്ടി നിർത്തി എന്നുള്ളതാണ് ശരിക്കും 999 കൊല്ലത്തെ എഗ്രിമെൻറ്റിന് പ്രേരകമായിട്ട് 1886 ഉണ്ടായത്. അതിനുശേഷം സർ സി.പി. രാമസ്വാമിയേര് ദിവാനായിരിക്കുന്ന കാലത്ത് തൊട്ടുമുമ്പായിട്ട് എക്കാലത്തുണ്ടായിരുന്ന തമിഴ്നാട്ടിലുണ്ടായിരുന്ന ആൾ ബ്രിട്ടീഷുകാരാണ് ഇതിൻ്റെ ആശാന്മാർ. ബ്രിട്ടീഷുകാരുടെ പ്രധാനപ്പെട്ട പരിപാടി ഈ മുല്ലപ്പെരിയാർ ഡാം വെച്ചുകൊണ്ട് കേരളവും അല്ലെങ്കിൽ തിരുവിതാംകൂറും മദ്രാസ് സർക്കാരുകളും തമ്മിൽ എക്കാലം ശണ്ഠ ഉണ്ടാവണം, ഒരു അലങ്കോലം ഉണ്ടാവണം, ഒരു ബഹളം ഉണ്ടാവണം. ഇതിവരുടെ ടാർഗറ്റായിരുന്നു. ഈ ടാർഗറ്റിൻ്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷുകാർ ഇടയ്ക്കിടയ്ക്ക് മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞിട്ട് അവർ വിളിച്ചു കൂവും. അങ്ങനെ വിളിച്ചു കൂവിയതിന് ശേഷം അവർ ചെയ്തത് അവിടെ ഒരു വൈദ്യുതി നിലയം ഉണ്ടാക്കണമെന്ന് അവർ തീരുമാനിച്ചു. ആ വൈദ്യുതി നിലയം ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ച സമയത്ത് അതിന് ശക്തമായിട്ട് എതിർത്തത് സർ സി.പി. രാമസ്വാമിയേരാണ്. അതിനെക്കുറിച്ചിട്ട് ശ്രീധരമേനോൻ്റെ പുസ്തകമുണ്ട്, സർ സി.പി. തിരുവിതാംകൂർ ചരിത്രത്തിൽ എന്ന പുസ്തകത്തിൻ്റെ പേര്. അതിനകത്ത് കൃത്യമായിട്ട് മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ചുള്ള പുസ്തകത്തിനകത്ത് അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന ആളെല്ലാം ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് മുല്ലപ്പെരിയാർ ഡാമിനകത്ത് എന്നോട് ചേർന്ന് വൈദ്യുതി നിലയം ഉണ്ടാക്കാനുള്ള അധികാരം തമിഴ്നാട് സർക്കാരിനില്ല. മറിച്ച് തമിഴ്നാട് സർക്കാർ അന്നത്തെ തിരുവിതാംകൂർ രാജാവായിട്ടുള്ള എഗ്രിമെൻറ്റ് അവിടെയുള്ള ആളുകളുടെ കുടിവെള്ളത്തിന് മാത്രമായിട്ടുള്ള പ്രശ്നമാണ്. കുടിവെള്ളം തേനി ഭാഗത്ത്, കമ്പം ഭാഗത്ത്, മധുര ഭാഗത്ത് കുടിവെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഡാമാണ് മുല്ലപ്പെരിയാർ ഡാം. ആ ഡാമിനെ അട്ടിമറിച്ച ആളുടെ പേര് സാക്ഷാൽ സി അച്യുതമേനോന്നാണ്. കേരളത്തിന് അന്ന് മുഖ്യമന്ത്രിയായിരുന്നു 971 സർ സി.പി. രാമസ്വാമിയേര് ഇത് അനുവദിക്കാതെ കണ്ട് മദ്രാസ് കോടതിയിൽ പോയിട്ട് 942 കേസ് വാദിച്ചിട്ടാണ് മുല്ലപ്പെരിയാറിൻ്റെ പ്രശ്നം പരിഹരിച്ചത്. അന്ന് ഡാം നിർമ്മിക്കാൻ പാടില്ലെന്ന്, ഡാമല്ല അവിടുന്ന് വൈദ്യുതി നിലയം സ്ഥാപിക്കാൻ പാടില്ലെന്ന് കോടതിയിൽ ഉത്തരവുണ്ടായിരുന്നു. ആ ഉത്തരവിനെ എല്ലാം വച്ചുകൊണ്ടാണ് അതിനുശേഷം ഏകദേശം 30 കൊല്ലക്കാലത്തോളം കഴിഞ്ഞ സമയത്ത് കേരളം ജനാധിപത്യ സർക്കാരുകൾ അധികാരത്തിലെത്തിയ സമയത്ത് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും കൂടിയാണ് പണി നടത്തിയത്. ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെയും അതുപോലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെയൊക്കെ നേതാവുണ്ടല്ലോ, ലീഡറായിട്ടുള്ള ആൾ കെ കരുണാകരൻ. ഈ കരുണാകരനാണ് ഇതിന് പ്രധാനപ്പെട്ട ഉത്തരവാദി. സി അച്യുതമേനാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഉത്തരവാദി. സി എച്ച് മുഹമ്മദ് വിഷയത്തിൽ പങ്കുണ്ട്. ഇവരൊക്കെ കൂടിയിട്ടാണ് അക്കാലത്ത് ഒരു പുതിയൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി. എന്താണെന്നറിയാമോ? വൈദ്യുതി നിലയം സ്ഥാപിച്ചോട്ടെ. അന്ന് മദ്രാസ് കോടതിന് മുമ്പാകെ 2-3 കേസുകളുണ്ട്. ആ കേസുകളിലൊന്ന് ഈ പറയുന്ന മുല്ലപ്പെരിയാറിലെ ഡാമിലെ വെള്ളം സർ സി.പി. രാമസ്വാമിയോട് കോടതി ചോദിക്കുന്നുണ്ട്, ഈ പറയുന്ന വെള്ളം നിങ്ങൾ ശുദ്ധജലമല്ലാതെ കണ്ട് ഏതെങ്കിലും കൃഷി ആവശ്യത്തിന് വിനിയോഗിക്കാൻ വേണ്ടിയിട്ട് അവിടെ മധുര ഭാഗത്തേക്ക് ഒഴുക്കുകയാണെങ്കിൽ എന്തായിരിക്കും താങ്കളുടെ നിലപാട്? ആ സമയത്ത് സർ സി.പി. രാമസ്വാമിയേര് പറയുന്നത്, ഞാൻ ഒരു കാരണവശാലും ഇതിനെ അംഗീകരിക്കില്ല. തമിഴ്നാട്ടുകാരനായിട്ടുള്ള ചെന്നൈക്കാരനായിട്ടുള്ള സർ സി.പി. രാമസ്വാമിയേര് കാണിച്ച സത്യസന്ധത പോലും കേരളത്തിൻ്റെ പിൽക്കാലത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള സി അച്യുതമേനോൻ കാണിച്ചിട്ടില്ല. ആഭ്യന്തര വകുപ്പ് മന്ത്രി കെ കരുണാകരൻ കാണിച്ചിട്ടില്ല. ഇവരെല്ലാവരും കാപട്യത്തിൻ്റെ ലോകത്തായിരുന്നു.
ഇപ്പം അതുകൊണ്ട് ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ പൂർവികന്മാരാണ് ഈ പറയുന്ന ഡാമിനെ കുഴപ്പത്തിലേക്ക് എത്തിച്ചത്. മുല്ലപ്പെരിയാർ ഡാമിന് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ ഉണ്ടാവുന്നത് എറണാകുളം ജില്ല ഉണ്ടാവില്ല, കോട്ടയം ജില്ല, ഇടുക്കി ജില്ല തുടങ്ങിയിട്ടുള്ള പല ഭാഗങ്ങളും വെള്ളത്തിനടിയിലാവും. സംശയമൊന്നുമില്ല. ലക്ഷക്കണക്കിന് ആളുകൾ ബാധിക്കും. ഒരു വലിയ അതിഭീകരമായിരിക്കുന്ന പ്രശ്നമാണ്. എന്നിട്ട് പോലും കേരളത്തിന് ഈ വിഷയം കൃത്യമായിട്ട് കോടതിയിൽ അവതരിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇതിനകത്തൊരു അന്വേഷണ കമ്മീഷൻ ഉണ്ടാക്കി. KT തോമസ് പഴയ സുപ്രീം കോടതിയിൽ ജഡ്ജിയാണ്, അദ്ദേഹത്തെ അംഗമായിരിക്കുന്ന ഒരു ഉണ്ടാക്കി. അതിനകത്ത് KT തോമസ് മാഷ് പറയുന്ന KT തോമസ് സാറ് പറയുന്ന എനിക്ക് ചില കാര്യങ്ങളുണ്ട്. ആദ്യം പറയുന്നത് കേരളത്തിന് വിഷയങ്ങൾ അവതരിപ്പിക്കുന്നില്ല. കേരളത്തിന്റെ ആളുകൾക്ക് ആവശ്യം പുതിയ ഡാം ഉണ്ടാക്കണം, അതിന് പേര് കമ്മീഷൻ പറ്റണം. ഈ ഉദ്ദേശം മാത്രമേ ഉണ്ടാവുക. 10 കാശിന് വരുമാനമില്ല സംസ്ഥാനത്ത്. 71,000 കോടി രൂപയുടെ പ്രതിപക്ഷം കടത്തിലാണ്. ഈ പറയുന്ന ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കുകയാണ്, അവർക്ക് പെൻഷൻ കൊടുക്കുകയാണ്, സാമ്പത്തികമായിട്ടുള്ള പരാധീനതയിലാണ്. ഒരു വ്യവസായ സ്ഥാപനം പോലും കേരളത്തിലില്ല. ഒരു സമയത്ത് മുല്ലപ്പെരിയാർ ഡാമിൻ്റെയൊക്കെ പരിസരത്ത് ഇപ്പോൾ ഈ പറയുന്ന സർസിപിയുടെ 942 ഇവർ വെട്ടിയൊടിച്ച സർസിപി ഉണ്ടല്ലോ, 936 തുടങ്ങിയിട്ട് 47 വരെ കേരളത്തിൽ തിരുവിതാംകൂർ ഭാഗത്ത് ദിവാനായിരുന്നു അദ്ദേഹം ദിവാനായിരുന്ന 11 കൊല്ലക്കാലം കൊണ്ട് കേരളത്തിൽ ആരംഭിച്ചത് 36 വൻകിട വ്യവസായ സ്ഥാപനങ്ങളാണ്. ആ സ്ഥാപനങ്ങൾ ഓരോന്നായിട്ട് കമ്മ്യൂണിസ്റ്റുകാർ അടച്ചുപൂട്ടിച്ചു, കോൺഗ്രസ്സുകാർ അടച്ചുപൂട്ടിച്ചു. ഇതിന്റെ ചരിത്രം എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഇവർ വെല്ലുവിളിച്ചുകൊണ്ട് പറയാണ്, ഈ സത്യസന്ധമായിട്ട് ഈ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിച്ചത് നിങ്ങൾ രണ്ടുപേരും ചേർന്നുകൊണ്ടാണ്. നിങ്ങൾ അടച്ചുപൂട്ടിക്കാൻ ശ്രമിച്ച മറ്റൊരു സ്ഥാപനം FACT കമ്പനിയാണ്. FACT കമ്പനി അടച്ചുപൂട്ടിക്കാൻ നിൽക്കുന്ന ശ്രമം നടത്തിയത് ഏറ്റവും ആദ്യം ശ്രമിക്കുന്ന ആരാണ്? EP ഗോപാലനാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ്. ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിലെ പ്രതികളെ കൂടി FACT കമ്പനിയിലേക്ക് എടുക്കണമെന്ന് 1959 അന്നത്തെ ചെയർമാനായിട്ടുള്ള ജോൺ മത്തായിയോട് സംസാരിച്ചത് EP ഗോപാലൻ എന്ന് പറയുന്ന കേരളത്തിന്റെ വ്യവസായ വകുപ്പ് മന്ത്രിയാണ്. അതിനെക്കുറിച്ചിട്ട് ആരോടും പരിഭവമില്ല എന്ന് പറയുന്ന പുസ്തകമുണ്ട്, MK നായരുടെ ജീവചരിത്രമാണ്. ആ പുസ്തകത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് ഒന്ന് വായിച്ചു നോക്ക്. ഈ പറയുന്ന കേരളത്തെ പതനത്തിലേക്ക് എത്തിച്ചതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദികൾ ആ കാലങ്ങളിൽ നാട് ഭരിച്ചിരുന്നവരാണ്. സർസിപി രാമസ്വാമിയരാണ് കേരളത്തിൽ വ്യവസായങ്ങൾ കൊണ്ടുവന്നത്. FACT കമ്പനി കൊണ്ടുവന്ന അദ്ദേഹമാണ്. പെരുമ്പാവൂർ റൈൻസ് കൊണ്ടുവന്ന അദ്ദേഹമാണ്. ടൈറ്റാനിയം സ്പോഞ്ച് കമ്പനി കൊണ്ടുവന്ന അദ്ദേഹമാണ്. അതേപോലെ തന്നെ കരിമണലിൻ്റെ ഏറ്റവും വലിയ വ്യവസായ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കാലത്താണ്. ഇങ്ങനെ നിരവധി വ്യവസായ സ്ഥാപനങ്ങൾ ആരംഭിച്ച ഈ പറയുന്ന മുല്ലപ്പെരിയാർ ഡാമിനെതിരായിക്കൊണ്ട് ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ചത് സർസിപി രാമസ്വാമി അയ്യരാണെങ്കിൽ ഈ പറയുന്ന എല്ലാ വ്യവസായ സ്ഥാപനങ്ങളെ അടച്ചുപൂട്ടിച്ചത് അത് CH പോലുള്ളവരാണ്, അത് K കരുണാകരനെ പോലുള്ളവരാണ്. ഇവർ ഇന്ത്യയിൽ കേരളത്തിൻ്റെ സാമ്പത്തിക വരുമാനത്തെ പാടെ തകർത്ത് കളഞ്ഞതിൽ കേരളം ഭരിച്ച കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾക്ക് വലിയ പങ്കുണ്ട്. വലിയ പങ്കാണ് ഇവർ വഹിച്ചിരിക്കുന്നത്. ഇവരതിൻ്റെ ഭാഗം തന്നെയാണ്. ഇപ്പം മുല്ലപ്പെരിയാർ ഡാമിനകത്ത് ഇവരുടെ വിഷയം എന്താ? മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അവിടെ നിന്നുള്ള കൃഷി യോഗ്യമായിരിക്കുന്ന പ്രദേശങ്ങളിലൊക്കെ ആർക്കൊക്കെ ഭൂമിയുള്ളത് ഒരു അന്വേഷണം നടത്തട്ടെ. കേരളത്തിൽ നിന്ന് ആർക്കൊക്കെ അവിടെ ഭൂമിയുണ്ട്? ഇവിടുത്തെ കേരളത്തിലെ മഹാപണ്ഡിതന്മാർക്ക് പലർക്കും അവിടെ ഭൂമിയുണ്ടല്ലോ. കേരളത്തിലെ മഹാനേതാക്കന്മാർക്കൊക്കെ അവിടെ ഭൂമിയുണ്ടല്ലോ. ആ ഭൂമിയുള്ളവരാണല്ലോ അതിനുശേഷം പുതിയ ഡാം നിർമ്മിക്കണമെന്ന് ഇവിടെ ആവശ്യപ്പെടുന്നത്. അവർക്ക് എന്താ പ്രധാനപ്പെട്ട ആവശ്യം? അവരിടയ്ക്കിടയ്ക്ക് പൊട്ടിന് തേങ്ങയിട്ട് കൊടുക്കുന്ന മാതിരിയാണല്ലോ അതിന് ഒരു സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് സമരം നടത്തുന്ന സമയത്തും ഇവരുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ തമിഴ്നാട് ഭരിക്കുന്ന സമയത്ത് പോലും ഇന്ത്യ മുന്നണിയുടെ ഭാഗം തന്നെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം സ്റ്റാലിൻ ഭരിച്ച സമയത്ത്. ആ സമയത്ത് വലിയ പ്രശ്നം പരിഹരിക്കാൻ സാധ്യമായിട്ടില്ല. ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് തമിഴ്നാട് സർക്കാരും കേരള സർക്കാരും ഒന്നിച്ചിരുന്ന് ചർച്ച നടത്തിയിട്ടില്ല. ഈ വിഷയം ആരും ചർച്ച നടത്താതെ കൊണ്ട് പരിഹരിക്കാനുള്ള പരിശ്രമം നടത്തിയിട്ടില്ല. മറിച്ച് ഇവർക്ക് ആവശ്യം, കേരളത്തിലെ നേതാക്കന്മാർക്ക് ആവശ്യം, അത് ഇടതുപക്ഷ മുന്നണിയായാലും കൊള്ളാം വലതുപക്ഷ മുന്നണിയായാലും കൊള്ളാം, രണ്ടുപേർക്കും ആവശ്യം പുതിയ ഡാം നിർമ്മിക്കലാണ്. അതിന് കേരളത്തിൻ്റെ കയ്യിൽ പണമില്ല. പണമില്ലാത്ത കേരളം കോടിക്കണക്കിന് റുപ്യ കൊണ്ട് ഡാം നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കിട്ടുന്ന നേതാക്കന്മാർക്ക് മേടിക്കാനുള്ള കമ്മീഷന്റെ കണക്കിനെ കുറിച്ചിട്ടാണ് അവർ ആലോചിക്കുക. ഈ കമ്മീഷൻ അല്ല ആവശ്യം. ഈ ഡാമിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള പുതിയ ജലനിരപ്പ് ഉയർത്തുന്നതിനെ സംബന്ധിച്ചാണ് സുപ്രീം കോടതിയിൽ വിധിയുണ്ട്. ആ സുപ്രീം കോടതി വിധിയിൽ എനിക്ക് തോന്നുന്നു ഇപ്പം 142 അടിയോ മറ്റാ അതിൻ്റെ ഉയരം. 146 പാടുന്ന കേരളം പറയുന്നത് 154 വരെ വേണമെന്നാണ് തമിഴ്നാട് ആവശ്യപ്പെടുന്നത്. അങ്ങനെയുള്ള സ്ഥലത്ത് ഡാമിൻ്റെ വലിപ്പം കൂട്ടിയതിന് ശേഷം അവിടെയുള്ള ജലം കൃത്യമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളെ കുറിച്ചാണ് ആലോചിക്കേണ്ടത്.
ഈ ഡാം തകരുന്നതിനെ കുറിച്ചല്ല. ആ ഡാം തകർന്നാൽ നേരെ ബാധിക്കുന്നത് ഇടുക്കി ഡാമിനെയാണ് ബാധിക്കുക. ഇടുക്കി ഡാമിനെ ബാധിച്ചാൽ ചെറുതോണി ഡാമിനെ ബാധിക്കുന്നു. അതിനുശേഷം അത് മറ്റേ ചാലക്കുടി ഭാഗത്തേക്ക് ഒഴുകാൻ സാധ്യതയുണ്ട്, ആലുവ ഭാഗത്തേക്ക് ഒഴുകാൻ സാധ്യതയുണ്ട്. പഴയ കാലത്ത് 2018 മണി ഉണ്ടാക്കിയിട്ടുള്ള പ്രളയം ഉണ്ടല്ലോ, സമാനമായിട്ടുള്ള മറ്റൊരു പ്രളയത്തിന് കേരളത്തിൽ വീണ്ടും സാധ്യതയുള്ള മുല്ലപ്പെരിയാർ ഡാമിൻ്റെ പ്രശ്നത്തിനകത്താണ്. അതുകൊണ്ടാണ് ജസ്റ്റിസ് കെ ടി തോമസിനെ പോലുള്ള ആളുകൾ അസന്നിഗ്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ ഡാം കേരളത്തിന് എത്രത്തോളം ദൂഷ്യകരമാണെന്നുള്ളത് പഠനം നടത്തണം, അതിനെ സംബന്ധിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ കണ്ട് പുതിയ ഡാം ഉണ്ടാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നാഴികയ്ക്ക് 40 വട്ടം വരെ ഒന്ന് പ്രസംഗിച്ചുകൊണ്ട് കാര്യം വരുന്നില്ല. മുല്ലപ്പെരിയാർ ഡാം കേരളത്തിന് വലിയ ഭീഷണിയാണ്. അത് നിയന്ത്രിക്കുന്ന കാര്യത്തിൽ ഇവിടെയുള്ള ഇന്ത്യ മുന്നണി കൃത്യമായുള്ള നയപരിപാടികൾ ആവിഷ്കരിക്കണം. അവർ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യണം, അവർ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യണം. കേരളത്തിലെ മുഖ്യപ്രതിപക്ഷവും കേരളത്തിൻ്റെ ഭരണകക്ഷിയും 10 നിരവധി വർഷങ്ങളായിട്ട് ഇവർ തന്നെയാണല്ലോ ഭരിക്കുന്നത്, ഇവർ തന്നെയാണല്ലോ ഇവിടെ തമിഴ്നാട്ടിലുള്ളത്, ഇവരൊക്കെ തന്നെയാണല്ലോ ഇവിടെ സഖ്യത്തിലുള്ളത്. കേരളത്തിലെ ചില ആളുകൾ പ്രതിപക്ഷ നേതാവ്, പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾ. തമിഴ്നാട് മുഖ്യമന്ത്രി ഇപ്പൊ പറയുന്നത് മുല്ലപ്പെരിയാർ ഡാം പുതുക്കി പണിയണ്ട, അല്ലെങ്കിൽ വേറൊരു ഡാമിന്റെ ആവശ്യമില്ല എന്നാ പറയണത്. അത് തന്നെയാണ് അതേ തമിഴ്നാടിന്റെ കാലങ്ങളായിട്ടുള്ള നയം അതാണത്. ഇപ്പൊ മാത്രമല്ല, ബ്രിട്ടീഷുകാരുടെ നയമാണ്. 1942 ബ്രിട്ടീഷുകാര് മദ്രാസ് ഹൈക്കോടതി കൊടുത്ത കേസിനകത്ത് അന്നും പറഞ്ഞിരുന്നത് ഇത് തന്നെയാണ്. ഇപ്പുറത്ത് പുതിയ ഡാം ആവശ്യമില്ല, അവിടെ ഞങ്ങൾക്ക് വൈദ്യുതി നിലയം ആരംഭിക്കാൻ ഞങ്ങൾക്ക് സാധിക്കണം. പക്ഷേ ഡാം പൊട്ടിയാലുണ്ടാകുന്ന ദുരന്തം പേറുന്നത് കേരളത്തിലുള്ള ആളുകൾ മാത്രമാണ്. നമ്മുടെ മലയാളികളായിരിക്കുന്ന നേതാക്കന്മാർക്ക് പലർക്കും അവിടെയുള്ള കൃഷിഭൂമിയുണ്ട്. ഈ കൃഷിഭൂമിയെ ഒന്നും ഇത് ബാധിക്കില്ല. മറിച്ച് ഇവിടെയുള്ള സാധാരണക്കാരൻ്റെ കുടുംബങ്ങൾ മുഴുവൻ വെള്ളത്തിനടിയിലാവുന്നുള്ള കാര്യം വസ്തുതയാണ്. അതിനെ പരിഹരിക്കാൻ ഡാം ആണോ എന്നുള്ളതാണ് രണ്ടാമത് ചിന്തിക്കേണ്ടത്. അങ്ങനെ ഒരു ഡാം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിന് സാമ്പത്തികമായിട്ടുള്ള ശക്തിയുണ്ടോ എന്നുള്ള രണ്ടാമത്തെ പ്രശ്നമാണ്. മൂന്നാമത്തെ അതിന് കോടതിയിൽ നിന്ന് അനുവാദം കിട്ടുമോ എന്നുള്ളതാണ്. ഇതൊന്നും കിട്ടാതെ കണ്ട് ഞങ്ങൾ ഡാം നിർമ്മിക്കുന്നു പറഞ്ഞിട്ട് പരപ്പുറത്ത് എറിയുന്നുണ്ടെങ്കിൽ കൂവിയിട്ട് കാര്യമൊന്നും ഉണ്ടാവില്ല. കൃത്യമായിട്ടുള്ള പരിപാടികളും പദ്ധതികളുമാണ് ആവശ്യം എന്നാണ് എൻ്റെ അഭിപ്രായം. പ്രിയമുള്ളവരെ, മറ്റു മാധ്യമങ്ങൾ പറയാത്ത ഏറ്റവും പുതിയ വാർത്തകളും വിശകലനങ്ങളുമായിട്ടാണ് ഇന്ത്യ ലൈവ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. നമ്മുടെ ചാനൽ കാണണം, ഒരുപാട് പേരെ കാണിക്കണം, അവരോടൊക്കെ ചാനലിൻ്റെ വരിക്കാരാവാൻ പറയണം, സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്യാത്ത ആളുകൾ ഉറപ്പായിട്ടും ചെയ്യണേ.